വടകര എം.എൽ.എയും നിയമമന്ത്രിയും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ ചന്ദ്രശേഖരന്റെ 19ാം ചരമവാർഷികത്തിൽ അനുസ്മരണം നടത്തി. RJD ജില്ലാ പ്രസിഡന്റ് M.K. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ ആരെയും വെല്ലാൻ കഴിയുന്ന രൂപത്തിലേക്ക് നാട് സംഭാവന ചെയ്ത നേതാവായിരുന്നു ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ പഠനകാലം തൃശ്ശൂരിലും എറണാകുളത്തും മദ്രാസിലുമായി പഠനം നടത്തിയപ്പോൾ മദ്രാസിൽ വെച്ചാണ് അദ്ദേഹം സ്റ്റുഡൻസ് കോൺഫറൻസിലെ അംഗമായി മാറുന്നത്. പിന്നീട് വിദ്യാസമരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് 1942 ആഗസ്റ്റ് 19 നടത്തിയുള്ള പ്രകടനത്തിൽ പോലീസിന്റെ മൃഗീയമായ മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് നേതാവായി പിന്നീട് മാറുന്നത്. അദ്ദേഹം ഭരണരംഗത്ത് വന്നപ്പോൾ വലിയ പരിഷ്കാരങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭരണരംഗത്ത് 60-ൽ ഹോസ്റ്റലിൽ നിന്ന് ജയിച്ച് മന്ത്രിയായപ്പോൾ റവന്യൂ നിയമ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. പഴയ അളവ് റാത്തൽ അതിനെ അങ്ങനെയുള്ള അളവുകൾ മാറ്റി ഗ്രാം കിലോഗ്രാം എന്നൊക്കെ ആക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്, അദ്ദേഹമാണ്. നമ്മൾ അളവ് അന്ന് വെളിച്ചെണ്ണയൊക്കെ അളക്കുമ്പോൾ കുയ്യൽ അഴക്ക് ഉഴക്ക് എന്നൊക്കെ പറഞ്ഞ രീതി മാറ്റി ലിറ്റർ രൂപത്തിലാക്കിയ അദ്ദേഹമാണ്. ഫർലോങ്ങൊക്കെ മാറിപ്പോയത് കിലോമീറ്ററും മൈലൊക്കെ മാറിയത് ചന്ദ്രശേഖരന്റെ കാലത്താണ്. അദ്ദേഹമാണ് മാറ്റം. രണ്ടാമത്തെ മന്ത്രിയായി അദ്ദേഹം വരുന്നത് 87-ലാണ്, നായനാർ മന്ത്രിസഭയിൽ. അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ അഡീഷണൽ PA ആയി വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മനയത്ത് ഫുൾ ടൈം മെമ്പറായി നിന്ന ലൈബ്രറി കൗൺസിൽ LLA തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ലോക്കൽ ലൈബ്രറി ഒക്കെ മാറ്റി ലൈബ്രറി കൗൺസിൽ നിയമം കൊണ്ടുവന്നത് ചന്ദ്രശേഖരനാണ്. അങ്ങനെ ഭരണരംഗത്ത് എടുത്തു പറയാൻ കഴിയുന്ന നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കാർഷിക മേഖലയിലെ നിയമം ചന്ദ്രശേഖരൻ ഭരണരംഗത്ത് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, വടകരയോട് അദ്ദേഹത്തിന് വളരെ വലിയ അഭിമാനമാണ്. യുവ പ്രഭാഷകൻ K. റൂസി ആഗസ്റ്റ് വിപ്ലവവും സോഷ്യലിസ്റ്റുകളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ജനതാദൾ വടകര മണ്ഡലം പ്രസിഡന്റ് KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PP രാജൻ, P. പ്രദീപ് കുമാർ, C. കുമാരൻ, PK കുഞ്ഞിക്കണ്ണൻ, NP മഹേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. RJD വടകര മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് കാരാട്ട് നന്ദിയും പറഞ്ഞു.